പ്രതീഷും ട്രീസയും പ്രണയിച്ച് ഒളിച്ചോടി കല്യാണം കഴിച്ചവരാണ്. പുതിയൊരു ജീവിതം തുടങ്ങാനായി അവർ ഒരു സ്ഥലത്ത് വാടകയ്ക്ക് വീടെടുത്തു. അവിടെ പ്രകാശൻ എന്നൊരാളുടെ സഹായത്തോടെ പ്രതീഷിന് പെയിന്റിംഗ് പണി കിട്ടി. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി അവർ രഹസ്യമായി പുഴക്കരയിൽ പോവുകയും അവിടെ വെച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. പിന്നീട് അവർ പതിവായി അവിടെ പോകാൻ തുടങ്ങി. ഒരു രാത്രി ആ നാട്ടിലെ ബസ് ഡ്രൈവർ ഇവരെ പുഴക്കരയിൽ പോകുന്നത് കണ്ടു. അയാൾ തന്റെ കൂട്ടുകാരോട് വിവരം പറയുകയും അവർ എന്തിനാണ് അവിടെ പോകുന്നതെന്ന് അറിയാൻ പിന്നാലെ കൂടുകയും ചെയ്തു. അവർ അവിടെ ചെയ്യുന്ന സ്വകാര്യ കാര്യങ്ങൾ ഇവർ മൊബൈലിൽ വീഡിയോ എടുത്തു. പിറ്റേന്ന് ഈ വീഡിയോ നാടാകെ പ്രചരിച്ചു. നാണക്കേട് കാരണം പ്രതീഷും ട്രീസയും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെയായി. വിവരമറിഞ്ഞ പ്രതീഷിന്റെ സുഹൃത്ത് പ്രകാശനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. പ്രകാശൻ ഉടനെ വീഡിയോ വൈറലാക്കിയവരെ പോയി കണ്ടു. 2 വർഷം മുമ്പ് ഒരു നായ കാരണമാണ് ഇവർ പരിചയപ്പെട്ടതെന്നും ട്രീസ വലിയ പണക്കാരിയായിരുന്നിട്ടും പ്രതീഷിനോടുള്ള ഇഷ്ടം കാരണം വീട് വിട്ട് ഇറങ്ങിവന്നതാണെന്നും പ്രകാശൻ അവരോട് പറഞ്ഞു. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം കുട്ടികളില്ലാത്തതായിരുന്നു. കുറെ ഡോക്ടർമാരെ കണ്ടിട്ടും രക്ഷയില്ലാത്തതുകൊണ്ട് ഒരു നാട്ടുവൈദ്യൻ പറഞ്ഞ പ്രത്യേക ആചാരമനുഷ്ഠിക്കാനാണ് അവർ രാത്രി പുഴക്കരയിൽ പോയിരുന്നത്. അതിനെയാണ് നിങ്ങൾ തെറ്റായ രീതിയിൽ കണ്ടത് എന്ന് പ്രകാശൻ അവരോട് പറഞ്ഞു. സത്യമറിഞ്ഞപ്പോൾ അവർക്ക് വലിയ കുറ്റബോധമായി. തുടർന്ന് പ്രകാശനും കൂട്ടുകാരും പ്രതീഷിനെ കാണാൻ വീട്ടിലെത്തിയപ്പോൾ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. പിറ്റേന്ന് കേൾക്കുന്നത് നാണക്കേട് സഹിക്കാനാവാതെ ആ ദമ്പതികൾ പുഴയിൽ ചാടി മരിച്ച വാർത്തയാണ്. നാട്ടുകാർക്കെല്ലാം അതൊരു വലിയ സങ്കടമായി. എന്നാൽ അടുത്ത ദിവസം പത്രത്തിൽ വന്ന വാർത്ത കേട്ട് നാട്ടുകാർ ശരിക്കും ഞെട്ടിപ്പോയി. മരിക്കുന്ന സമയത്ത് ട്രീസ ഗർഭിണിയായിരുന്നു. അതറിഞ്ഞതോടെ നാട്ടുകാർ ആകെ തളർന്നുപോയി.